ഗ്രാമചൈതന്യമായി പരിലസിച്ചിരുന്ന കീഴാള ദൈവങ്ങളെ ക്ഷേത്രങ്ങളിലാക്കി വേഷം മാറ്റുന്ന വരേണ്യ അധിനിവേശത്തിന്റെ കഥ പറഞ്ഞ മാടൻ മോക്ഷം നാടകം ജീവകലാകേന്ദ്രം, പുകസ, മാസ് ആർട്സ് സൊസൈറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയാങ്കണത്തിൽ അരങ്ങേറി. നാടകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു. സാമൂഹിക പ്രസക്തി നിറഞ്ഞു നിൽക്കുന്ന നാടകം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ജയമോഹന്റെ കൃതിയെ ആസ്പദമാക്കി രാജ്മോഹൻ നീലേശ്വരം നാടകരചനയും ജോസ് മഠത്തിൽ സംവിധാനവും നിർവഹിച്ച നാടകമാണ് മാടൻ മോക്ഷം. ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പാണ് നാടകം അവതരിപ്പിച്ചത്. നാടകത്തോടനുബന്ധിച്ചുള്ള ചടങ്ങ് നാടക നടനും സിനിമാ താരവുമായ സന്തോഷ് കീഴാറ്റൂരാണ് ഉദ്ഘാടനം ചെയ്തത്. എം സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രജിത മധു അധ്യക്ഷത വഹിച്ചു. മാടൻ മോക്ഷം നാടകത്തിലെ അഭിനേതാവ് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ ശിവൻ അയോധ്യയെ ചടങ്ങിൽ ആദരിച്ചു. പൗരോഹിത്യത്തിന്റെ ഹുങ്കിനെ ചോദ്യം ചെയ്ത് വിവാദമായ കക്കുകളിയും സ്കൂൾ കലോത്സവ വേദിയിൽ ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിന്റെ കഥ പറഞ്ഞ വെള്ളപ്പൊക്കത്തിലെന്ന നാടകവുമെല്ലാം അരങ്ങിലെത്തിച്ച സംവിധായകനാണ് ജോബ് മഠത്തിൽ. ജയമോഹന്റെ മാടൻ മോക്ഷം എന്ന നോവലിനെ രാജ്മോഹൻ നീലേശ്വരം കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു. 22ഓളം അഭിനേതാക്കളാണ് നാടകത്തിലുള്ളത്. രാജഗോപാലാണ് നാടകത്തിന്റെ സംഗീതം നിർവഹിച്ചത്. ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവം സമ്മാനിച്ച നാടകം കാണാൻ നിരവധി പേരാണ് എത്തിയത്. നിറഞ്ഞ കയ്യടിയോടെയാണ് കാണികൾ നാടകത്തെ സ്വീകരിച്ചത്. കീഴാളരുടെ ആരാധനാഭാവങ്ങൾ എങ്ങനെയാണ് മേലാളർ കൈയടക്കിയതെന്നതിന്റെ ദൃശ്യാവിഷ്കാരമാണ് മാടൻ മോക്ഷം നാടകമെന്നും എല്ലാ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ അവതരിപ്പിച്ചുവെന്നും നാടകം കാണാനെത്തിയ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ പറഞ്ഞു. ഈരാളത്തെ ആരാധന എങ്ങനെയാണ് വേലാളർ കൈകടക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യാവിഷ്കരണമാണ്. അത് വളരെ സുന്ദരമാണ്, മനോഹരമാണ്. നമ്മൾ അവതരിപ്പിച്ച ഈ നാടകത്തിലെ എല്ലാ അഭിനേതാക്കളും ഇവിടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റി, ജീവകലാകേന്ദ്രം തളിപ്പറമ്പ്, മാസ് ആർട്സ് സൊസൈറ്റി തളിപ്പറമ്പ് എന്നിവർ സംയുക്തമായിട്ടാണ് നാടകത്തിന് തളിപ്പറമ്പിൽ വേദിയൊരുക്കിയത്. ചടങ്ങിൽ K ബിജുമോഹൻ നന്ദി പറഞ്ഞു.